വായിക്കുന്നു. മൂന്നാം മുദ്ര. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. വായിച്ചിട്ട് മോനെ വെളിപ്പാട് 6-5-6 വാക്യങ്ങൾ. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവസഭ എടുക്കപ്പെട്ടാൽ. വായിക്കാം. വരികയെന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു. 1 ഇസ്രായേലിന്റെ സമാധാനവുമായി ആലയം. 2 മനുഷ്യൻ അന്യോന്യം കൊല്ലുന്ന ഒരു കാലം. അതാ ചുവന്ന കുതിര. അത് കഴിഞ്ഞ് കറുത്ത കുതിര. വായിച്ചാട്ടെ. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. സാധനങ്ങളുടെ വില മുഴുവൻ കമ്പ്യൂട്ടർ നിശ്ചയിക്കും. അവിടെ നിന്നാട്ട് മോൻ ഓടിപ്പോകരുത്. അതാ കാന്തന്റെ വരവ്. ദാണ്ട ഈ പേനയിൽ ഒരു ബാർകോഡ്. സോപ്പ് ചീപ്പ് സകലത്തിൻ്റെ വില കമ്പ്യൂട്ടർ. ഇതിന് 1 വൈമൻ സ്കെയിൽ. ദാ കിടക്കുന്നു. ലോകം ഒരുവന്റെ കയ്യിൽ. സ്വർണ്ണവില, പെട്രോൾ വില, എല്ലാ വിലകളും കമ്പ്യൂട്ടർ നിശ്ചയിക്കും. അതിന് ആസ്പദമായി ഇവിടെ ഒരു സാധനം വന്ന് GST, ഗുഡ് സർവീസ് ടാക്സ്. ഏത് സാധനം മേടിച്ചാലും GST. വെളിനാട്ടിൽ ഈ ടെലിവിഷൻ പാക്കുന്നത് അരുമയാണ് വേലക്കാർ. അവർക്കും പറയാം വാറ്റ് വാല്യൂ ആഡ് ടാക്സ്. ഇതാ 1 വൈമൻ സ്കെയിൽ. ഒരു ഗവൺമെൻറ്, ഒരു ഭരണം, ഒരു കമ്പ്യൂട്ടർ, ഒരു വില, ഒരു ഗേറ്റ്, ഒരു പാസ്പോർട്ട്, ഒരു മൈക്രോ ചിപ്പ്. എത്ര നാൾ പ്രസംഗിച്ചാലും തീരത്തില്ല. ഒരു വലിയ ഒരു തുലാസ് അവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്. കിടക്കുന്ന റേഷൻ കാർഡ് മൊത്തം തല എണ്ണിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു കുഞ്ഞിന് 2 കിലോ 3 കിലോ ഒക്കെ കേരളത്തിലാക്കിയത്. അടുത്ത വാക്ക്. ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. കറക്റ്റായി. വെള്ളക്കാർഡ്, നീല കാർഡ് തരം തിരിച്ചു. അതാ റേഷൻ മസ്റ്ററിങ്ങും കേരളത്തിൽ. തല എണ്ണി കുഞ്ഞുങ്ങൾക്ക് ആഹാരം കിട്ടുമെന്ന് തുടങ്ങി അമ്മാമ്മ. ബാക്കി കൂടെ വായിക്കുമ്പോൾ എന്ന് നിർത്താം. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങഴി. അടുത്ത വാക്ക്. എന്നാൽ ഈ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുതെന്ന് 4 ജീവികളുടെ നടുവിൽ നിന്നൊരു ശബ്ദം ഞാൻ. അതായി കോവിഡ് കാലം. പാറശാലയും കേരളത്തിലും എല്ലാം ലോക്ക്ഡൗൺ ആയിരുന്നു. 2 കാര്യം ആർക്കും മുട്ടിയില്ല. 1 എണ്ണയാ ഏറ്റവും നിർണായകമായി. നിങ്ങളുടെ ഈ പെട്രോൾ പമ്പുകളിൽ മുഴുവൻ കിട്ടി. പെട്രോളും ഡീസലും എല്ലാം കിട്ടി. കോവിഡ് കാലം പമ്പ് അടച്ചില്ല. 2 വീഞ്ഞ്. അതാ മരുന്ന്. കടയിൽ പോകണ്ടായിരുന്നു. വാട്സപ്പ് അടിച്ചപ്പോൾ നമുക്ക് മരുന്ന് വീട്ടിൽ കൊണ്ട് തന്ന്. ഇത് കോവിഡിൻ്റെ തുടക്കമാണ്. അത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ റേഷൻ പോലും കുപ്പിവെള്ളം വരെ വരുമെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി പിന്നെ എത്ര കാര്യമായിട്ട് കർത്തൃദാസൻ വായിക്കുന്നു. ഒരു പണത്തിന് ഒരിടങ്ങടി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങടി. എപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട്. കോട്ടയത്തിനകത്ത് ചുങ്കത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ വരവ് 4 ദിവസം. വെളിപ്പാട് പുസ്തകം വാക്യം വായിക്കുന്നത് പാസ്റ്ററിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററായിരുന്നു. നല്ല ചെറുപ്പക്കാരനാണ് വാക്യം വായിച്ചുകൊണ്ടിരുന്നത്. സ്വോത്രം. ഈ വാക്യം ദൈവസഭ എടുക്കപ്പെട്ടാൽ 3-ാം ദിവസം അത് പ്രസംഗിച്ച് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇടവേളയ്ക്ക് മുമ്പിട്ടായി വാക്യം വായിച്ച 4-ാം മുദ്ര മഞ്ഞക്കുതിരയെ പ്രസംഗിക്കുന്നുണ്ട്. അതോടുകൂടി 3-ാം ദിവസം തീരുക. 3-ാം മുദ്ര പൊട്ടിക്കുന്ന വാക്യം വായിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ വായിക്കുക കൂടെ വായിക്കുക. ഒരു പണയത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണയത്തിന് ഒരിടങ്ങഴി യവം. ഞാൻ നെഞ്ചത്ത് കൈവച്ചു പോയി. ഞാൻ വാക്യം കൊടുത്താൽ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. കുഞ്ഞുങ്ങൾ വായിക്കുക. എല്ലാം എൻ്റെ ഫയലിനകത്ത് ഞാൻ എഴുതി വെച്ചേക്കോ. ഞാൻ ഇടവേളയ്ക്ക് ഇവിടെ മോനിപ്പോൾ ബിജു പാസ്റ്റർ ചായ എന്നോല് ഞാൻ പാസ്റ്റോട് ചോദിച്ചു, പാസ്റ്റർ എൻ്റെ ബൈബിള് തെറ്റാന്നോ യവൻ വായിച്ച റെഡിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു എന്തുവാ ഈ കുഞ്ഞ് വായിച്ച. ഞാൻ പറഞ്ഞു ഒരു പണയമൊന്നും. പാസ്റ്ററെ മിണ്ടക്കൂടാതെ അവൻ കൊശമറ്റ ഫൈനാൻസിൽ പണയം എടുക്കുന്നവനാ. മനസ്സിലാകുന്നവർക്ക് എന്തോ പറഞ്ഞാലും അവന് പണയം വരത്തുള്ളൂ. സ്വോത്രം. നമ്മെ അരുമയാണ് ഊളിയക്കാരെ എത്ര മനോഹരമായി വായിച്ചെടുക്കുന്നത്. ഒരു പണത്തിന് ഒരിടങ്ങടി ഗോതമ്പ്, ഒരു പണത്തിന് ഇടങ്ങടി. അതാ മക്കളെ തലയെണ്ണി റേഷൻ കാർഡ് കൈവച്ച് റേഷൻ കാർഡ് 4 കിലോയും 2 കിലോയും. അതിനാസ്പദമായ ഒരു തലയ്ക്ക് 2 കിലോ അരി മാത്രം വരുന്നു. ഒരു കുഞ്ഞിന് ഒരു മാസം കഴിക്കാനുള്ളത് വെറും 2 കിലോ. ഇന്നുകൊണ്ട് റേഷൻ മുഴുവൻ കട്ട് ചെയ്യാൻ പോകുന്നു. സെസ്സും വരുന്നു. ഇത് അന്ത്യദിനങ്ങൾ. അതുകൊണ്ടാണ് കേരളത്തിൽ, തമിഴ്നാട്ടിൽ എനിക്കറിയത്തില്ല, കേരളത്തിൽ പല ആൾക്കാരും ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ പേര് കയറ്റി, കള്ളപ്പേര് കയറ്റി. അതുകൊണ്ടാണ് റേഷൻ മസ്റ്ററിങ്. എല്ലാത്തിൻ്റെ കാർഡ് തിരിച്ചു മേടിച്ചിട്ട് പുതിയത് കൊടുത്തു. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. എസക്കേൽ 4:10-11. 2 കാര്യം കൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കാം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇവിടെ എന്ത് നടക്കും? ഇതെങ്കിലും കേട്ടിട്ട് ഈ പളുകലുകാർ രക്ഷപ്പെടട്ടെ. വായിക്കാം. എസക്കേൽ 4:10-11 വാക്യങ്ങൾ. വായിച്ചാട്ട് മോനെ. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കമായിരിക്കണം. ശേക്കൽ ദാണ്ട 200 ഗ്രാം. ഇസ്രയേൽ 20 ശേക്കൽ. പാറശാല 200 ഗ്രാം. അതുകൊണ്ട് അമ്മമ്മ കവർ ചപ്പാത്തി, ആട്ടിയ മാവെല്ലാം വന്നത്. പണ്ട് ബ്രെഡ് മേടിച്ചാൽ നിങ്ങൾക്കറിയാം അതിനകത്ത് എന്തുകൊണ്ടെന്ന്. സ്വോത്രം. ഇന്ന് എല്ലാ ബ്രെഡിൻ്റെ പാക്കറ്റിനകത്തും ബാർകോഡും ഉണ്ട്. 450 ഗ്രാമും ഉണ്ട്. ദാണ്ട് മനുഷ്യൻ്റെ തലയെണ്ണി ഇതെല്ലാം കിട്ടാൻ പോകുന്നു. അതാ നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 200 ശേക്കൽ 200 ഗ്രാം. അതുകൊണ്ടാണ് റേഷൻ കാർഡ് ഒരു കുഞ്ഞിൻ്റെ ആഹാരം 2 കിലോ ആക്കി മാറ്റിയത്.
അന്ത്യദിനങ്ങളിലേക്ക് ലോകം വരാൻ പോവാ. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ. വായിച്ചാട്ട് മോനെ. നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം. അയ്യോ, ഇവിടുന്ന് പാറശാലയൊക്കെ നമ്മുടെ ഹോട്ടലുകളിൽ ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരിക്കുക. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നേരത്തോട് നേരം മാത്രം ആഹാരം. അടുത്തത് വെള്ളവും അളവ് പ്രകാരം. ദാണ്ട് ഞാൻ പറഞ്ഞില്ലേ, രക്തമഴ പെയ്താൽ പിന്നെ ഇവിടെ വെള്ളം കിട്ടുമോ? ശീല കല്യാണ മണ്ഡപത്തിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, യേശു വരാൻ കാലമായെന്നല്ല, ജലം അമൂല്യമാണ്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ആവശ്യമില്ലാതെ പൈപ്പ് തുറക്കാൻ പറ്റത്തില്ല. ദാണ്ട് ഇവിടുത്തെ CBSE സ്കൂളുണ്ടല്ലോ, പളുകലുമുണ്ട്, പാറശാലയുമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പരശുവയ്ക്കൽ ഫാത്തിമ സ്കൂൾ, നല്ല സ്കൂൾ. അവിടെയും പൈപ്പിൻ്റെ ചവിട്ടി പിള്ളേർ നിൽക്കുമ്പോൾ അമ്മണി ടീച്ചർ വടിയായിട്ട് നിൽക്കുക. പിള്ളേരെ അടിക്കാനല്ല, വെള്ളം തുറന്നു വിട്ട അടി ഉറപ്പാ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ടല്ലേ സിയോൻ പെന്തക്കോസ്റ്റൽ അസംബ്ലി, IPCയുടെ സെൻട്രൽ കൺവെൻഷൻ എല്ലാം നടക്കുമ്പോൾ പൈപ്പ് കൊണ്ടുവച്ചിട്ടുണ്ട്. പൈപ്പിൻ്റെ അവിടെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്നല്ല, ജലം അമൂല്യമാണ്, ആവശ്യമില്ല, ടാപ്പ് തുറക്കരുത്. മനസ്സിലാകുന്നവർക്കായി ഇവിടുത്തെ സയൻസ് അറിയാവുന്നവർക്കും അറിയാം. അവസാനം വെള്ളത്തിന് അടി വരാൻ പോകുന്നത് കണ്ടോ? ഇവിടെ രക്തമഴ പെയ്താൽ, ഇവിടെ വെള്ളം കിട്ടാതിരുന്നാലുള്ള അവസ്ഥ. നേരത്തോട് നേരം നീ വെള്ളം കുടിക്കണ, തലയെണ്ണി വെള്ളം. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ. ഹീനിൽ 6 ഒരു ഓഹരി നീ കുടിക്കണം. അതുകൊണ്ടാ കേരളത്തിലെ റേഷൻ കടയിൽ വരുന്നു 10 രൂപയ്ക്ക് കുപ്പിവെള്ളം റേഷൻ കടയിൽ. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സന്തോഷമില്ലല്ലോ? ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ കുറ്റം പറയത് താമസം വിന ജലത്തിൻ്റെ സ്രോതസ് അടയുമ്പോൾ ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയുന്നു, കൈവച്ച് ഈ പോസിനകത്ത് 4 കിലോയും 2 കിലോയും മേടിക്കുന്നത് പോലെ ആഴ്ച റേഷൻ കടയിൽ പോയി കൈവച്ചു വെള്ളം മേടിക്കുന്ന ഒരു കാലം ഇവിടെ വരാറായി. അതുകൊണ്ട് ആ കുപ്പിവെള്ള റേഷൻ കട, കേരളത്തിലെ റേഷൻ കടയുടെ പേരും മാറാൻ പോകുന്ന കെ സ്റ്റോർ, തേയില, പാമോയിൽ, മുഴുവൻ റേഷൻ കട മനുഷ്യന്റെ തലയെണ്ണി അന്തിമകാലത്ത് കണക്കനുസരിച്ച് കൊടുക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി പളുകലിനോട് ഞങ്ങൾ പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. പളുകലിലെ ദൈവമക്കളെ, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകലടുത്തുപോയി, നമ്മുടെ കാന്തൻ വരാറായി. തീർന്നില്ല. അന്ന് മനുഷ്യന്റെ ശരീരം, നിങ്ങളുടെ സ്കിൻ പൊട്ടാൻ പോവുക. മനുഷ്യ ശരീരത്തിൽ തൊലി പൊട്ടും വെള്ളം കൊണ്ട്. വായിച്ചാട്ട് മോനെ. അടുത്ത വാക്ക്. നേരത്തോട് നേരം നീ അത് കുടിക്കണം. നേരത്തോട് നേരം അത് കുടിക്കണം. നീ അത് യവദോശ പോലെ തിന്നണം. അവിടെ ഒരു വാക്ക് നിൽക്കട്ടെ മക്കളെ. ഇന്നത്തെ ദൈവം വെച്ച ചൂടെത്ര? 17 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സ്റ്റേജിൽ നിന്നിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ വയ്യ. 37. താഴെ പാൻ മേല് പാൻ. സ്വോത്രം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ ഒരു നേരം കുളിച്ചിച്ചിരി സ്പ്രേയുമായിട്ടൊക്കെ അങ്ങ് നിൽക്കും. സ്വോത്രം. നമ്മ സഹോദരിമാർ, സിനിമാ നടി കാവ്യ മാധവനെ പോലെ സുന്ദരിയാവ 3 നേരം കുളിച്ചുകൊണ്ടിരിക്കുക. കാലത്തെ ഉച്ചയ്ക്കും വൈകിട്ടും ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ. സ്വോത്രം. എൻ്റെ പൊന്ന് കുഞ്ഞമ്മേ, എൻ്റെ പൊന്ന് ജ്യോതി മോളെ, കുടിക്കാൻ വെള്ളം കിട്ടിയില്ലേ നിനക്ക് കുളിക്കാൻ വെള്ളം കിട്ടുമോ? അന്നാളിലെ സംഭവം ബാക്കി വായിക്കുന്നില്ല, സമയം പോന്നു. ശരീരത്തിനകത്ത്, സ്കിന്നിനകത്ത് പരുക്കൽ വന്ന് മനുഷ്യൻ പൊട്ടിമരിക്കുന്ന ഒരു കാലം ഇവിടെ വരാറായി. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് പത്മോസിൽ യോഗന്നാൻ, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ദൈവസഭയെ കർത്താവ് കാക്ക്. പെന്തിക്കോസുകാരെയല്ല, ദൈവസഭയെ കർത്താവ് കാക്ക്. എൻ്റെ കാന്തൻ വരാറായി. ഇനി അടുത്തതൂടെ കേട്ടോ. ഇന്ന് രാത്രി ടിക്കറ്റ് ഫ്രീയാ. ട്രെയിൻ വരാറായി. ചൂളമണി തുടങ്ങിക്കൊണ്ടിരിക്കുക. നാളെ ഇവിടെ യോഗമില്ല. ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് നീ കരസ്ഥമാക്കണം. അതുമായിട്ട് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നിന്ന് എഴുന്നേൽക്കാവൂ. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. യവദോശ പോലെ കഴിക്കണം. അടുത്തത് വായിക്കാം. അവർ കാണുകെ നീ മാനുഷ്യമലമായ കാഷ്ടം കത്തിച്ചത് ചുടേണം. മനുഷ്യന്റെ മലമായ കാഷ്ടം കത്തിച്ച് ചുടേണം. അവസാന ഭാഗത്തിലേക്ക്. ദാണ്ട് നോവിൻ കാലത്ത് സംഭവിച്ചതുപോലെ കർത്താവിൻ്റെ വരവിൽ. നോഗയുടെ കാലത്ത് 40 ദിവസം ആ പ്രളയം വന്നത്. എന്താ? ജീവശ്വാസമുള്ള എല്ലാം പോയില്ലയോ? അത് കഴിഞ്ഞിട്ട് മരങ്ങൾ മൊത്തം പോയില്ലയോ? 40 ദിവസം മഴ പെയ്താൽ ആ നല്ല സ്ഥലത്താണ് ശെൽവകുമാർ ഭാഷ യോഗം വെച്ചേക്കുന്നത്. ദാണ്ട് ഈ മരങ്ങൾ ഇല പോയിട്ട് വല്ലതും കാണുമോ? 40 ദിവസം. 6 ദിവസം മഴ പെയ്തപ്പോഴത്തേക്ക് പാറശാലയിലെ റബ്ബറിൻ്റെ ഇലയും പോയി, പട്ടയും പോയി. സ്വോത്രം. ഇനി 40 ദിവസം മഴ പെയ്താൽ ഒരു വിറകും കിട്ടത്തില്ല. ലോത്തിൻ്റെ കാലത്ത് തീയിറങ്ങിയ ആറ്റമായുധം ഇവിടെ വീണാൽ ഒരു വിറകും കാണത്തില്ല. ഇനി ഒരു യുദ്ധമുണ്ടായാൽ എല്ലാവരും കേൾക്കണം. ഇപ്പോൾ ഇസ്രായേൽ യമൻ്റെ തുറമുഖത്ത് അടിച്ചാൽ ഹുദൈബ തുറമുഖം. പണ്ട് ദാണ്ട് നമ്മുടെ സദാം ഹുസൈൻ എവിടെ അടിച്ചതെന്നറിയാമോ? ആദ്യം ഷേഖിൻ്റെ വീട്ടിലല്ല, കുവൈറ്റിലെ എണ്ണക്കിണറിലാണ്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ എണ്ണക്കിണറിന് തീയടിച്ചാൽ പെട്രോളില്ല, ഡീസലില്ല, മണ്ണെണ്ണയില്ല. ഇവിടെ പെരുമഴ പെയ്തിറങ്ങിയാൽ ദാണ്ട് ഒരു വിറകം കിട്ടത്തില്ല. പിന്നെ റേഷൻ കടയിൽ നിന്ന് വല്ല ആട്ടിയ മാവും ചപ്പാത്തിയും കിട്ടുമോ മാമേ? അത് പ്രസംഗിക്കാൻ പാടാ. അത് കിട്ടിയാൽ എന്താ? മനുഷ്യൻ്റെ മലം വെയിലത്തിട്ട്
ഉണ്ടാക്കി അതിൻ്റെ മേൽ ചീനിച്ചട്ടി വെച്ച് ദോശയും ചപ്പാത്തിയും ചുട്ട് തിന്നുന്ന ഒരു കാലം ഇവിടെ വരാറായി. വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ. ഇന്ന് രാത്രി പളുകലെ അവസാന രാത്രി. മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി നിൽക്കേണ്ടിയവർക്ക് ഇവിടെ നിൽക്കാം, പോകേണ്ടിയവർക്ക് വഴിയും കൂടെ പറയുമ്പോൾ അവസാനിക്കും. ആകയാൽ വായിക്കാം അവസാന ഭാഗം 2 കാര്യങ്ങൾ പറയുമ്പോൾ. മത്തായി 7:24-25. കുഞ്ഞെടുത്താട്ടെ. മത്തായി സുവിശേഷം 7:24-25. ഈ 3 ദിവസം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. 3 ദിവസവും വചനം കേട്ടിട്ട് ഗഗനമായി ചിന്തിക്കണം. ബുദ്ധിയുള്ള വീട് പണിയുന്ന മനുഷ്യനെ പോലെ. വായിച്ചാട്ടെ. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. കിടക്കുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന് കൊഴിഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി. കരമുയർത്തുന്നവർക്കായി ആ വീട് വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. തീർന്നില്ല. എത്ര പ്രസംഗം കേട്ട് മണലിൽ മേൽ വീട് പണിഞ്ഞ കുറെ കൂട്ടർ. അടുത്തവിടെ മോൻ വായിച്ചാട്ട് അവസാനം. ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും. ആ വീട്ടിൽ ഇരുന്ന് പറയും ഉപദേശിച്ചാണ് വയറ്റിപ്പഴപ്പാ ശെൽവകുമാർ പാസ്റ്റർ ഇവിടുന്ന് കണ്ട് പൈസ കിട്ടി, അതുകൊണ്ട് യോഗം നടത്താം. ഇതൊന്നുമല്ല മക്കളെ, വീട് വീഴാറായി. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ നല്ല ജോലിയും നല്ല ശമ്പളമൊക്കെ കിട്ടേണ്ടിയവരാ. എത്ര വിദ്യാഭ്യാസവും വിവരമുള്ളവരാ. എന്തിനാ ഇവിടെ നിന്ന് നെഞ്ചു കീറുന്നത്? ഞങ്ങൾ അനുഭവിച്ച കാൽവറിയിലെ സ്നേഹം നിങ്ങൾ പങ്കിട്ടിട്ട് ആ നിത്യ വീട്ടിൽ പോകണം. അതിനു വേണ്ടിയായി കൺവെൻഷൻ കരം ഉയർത്തുന്നവർക്കായി. അല്ലാതെ വീട് തരാനും കാർ തരാനും ഒന്നും അല്ല. സ്വോത്രം. ഇന്ന് രാത്രി കേട്ടാട്ടെ. എന്നാൽ എൻ്റെ ഈ വചനം കേട്ട് മണലിന്മേൽ അടിസ്ഥാനമിട്ട് വായിച്ചവനെ. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. പാട്ട് പാടുന്നവരെ പ്രസംഗിക്കുന്നവരെ ദൈവസഭയെ കുറ്റം പറഞ്ഞ് നീ അവിടെ ഇരി, സീരിയലൊക്കെ കണ്ടോണ്ടിരി, കൊച്ചുപീടി അടിച്ചോണ്ടിരി, കഞ്ചാവ് പുകച്ചോണ്ടിരി, നീ വീഴാൻ പോവാ. നീ മാനസാന്തരപ്പെട്ടോ ഇന്ന് രാത്രി. അടുത്തത് വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, ആ വീഴ്ച അത് വീണു. അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു. കരമുയർത്തുന്നവർക്കായി അവന്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞു. ഇന്ന് രാത്രി വചനം കേട്ട് രക്ഷിക്കപ്പെടാതെ മാനസാന്തരപ്പെടാതെ നിത്യതയ്ക്ക് വേണ്ടി കാത്താതെ കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് ലോകത്തിന്റെ മോഹങ്ങൾക്കടുത്ത് ഭവനം പണിഞ്ഞാൽ നിന്റെ വീട് വീഴാറായി. ഒരു കാര്യം കൂടെ പറയുമ്പോൾ നമ്മുടെ കേട്ടാട്ട് നമ്മുടെ തൃപ്പരപ്പിനോട്ട് പോകുന്ന വഴി നമ്മുടെ ആറാട്ടുകുടി കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നല്ല പുഴമീനും കിട്ടുന്ന നല്ല ആറ് നിൽക്കുക. ആറിൻ്റെ തീരത്ത് നല്ലൊരു മരം ഉണ്ടായിരുന്നു കേട്ടോ. കളിയിലോട്ട് പോകുന്ന ബോർഡറിനകത്ത് മരത്തിനകത്ത് 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഒന്ന് കൊരങ്ങൻ, 2 കുരുവി. രാവിലെ കൊരങ്ങൻ 2 ചില്ല, കുരുവി 2 ചില്ല, 4 ചില്ലകളുള്ള നല്ല മരം. അപ്പം കൊരങ്ങൻ്റെ വീട്ടിൽ വൈകിട്ട് സീരിയലെല്ലാം കണ്ട് കള്ളുകുടിയും കൊച്ചുപേടിയും. കുരുവിയാണ് വീട്ടിൽ വൈകിട്ട് പാട്. എന്തതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം എത്ര മനോഹരമേ. അങ്ങനെ ഇരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ പൂയലെല്ലാം കൂടെ അടിച്ചു, കാറ്റെല്ലാം കൂടെ അടിച്ചു, മഴയും കൂടെ വന്ന് മരം ഇങ്ങനെ താന്നു പോയി. നമ്മുടെ അമ്മച്ചി കണ്ട ഗ്രൗണ്ടിൽ വന്ന പോലെ ഇങ്ങനെ താന്നു പോയി. സ്വോത്രം. അപ്പം കുരുവി കൊരങ്ങനോട് നാടൻ ഭാഷ പാറശാല ഭാഷ പറഞ്ഞു, ചേട്ടാ എല്ലോയും മാങ്കോയും പൈനാപ്പിളും ഒക്കെ വരുന്നുണ്ട്, ഇനി എപ്പോഴാ ചിറ്റൂരിൽ നിന്ന് ഡാം തുറക്കുന്നതെന്ന് അറിയത്തില്ല. സ്വോത്രം. നമ്മുടെ മരം അങ്ങ് പോകും. അപ്പം കുരുവിയോട് കുരങ്ങൻ ചോദിച്ചു, നീ എവിടെ പോകും മരം വീണ്? കുരുവി പറഞ്ഞു, എനിക്ക് ചിറകൊണ്ട് ഞാനങ്ങ് പോകുമെന്ന് പറഞ്ഞു. എത്ര പറഞ്ഞിട്ടും കുരങ്ങൻ കേട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ വൈകിട്ട് 7 മണി പെരുമഴ, കാറ്റ്, പൂയൽ. കുമരി മാവട്ടത്ത് കളക്ടറോട് പേശക്കൂടാതെ ഡാമുകാരൻ ഷട്ടർ തുറന്ന് പടപട വെള്ളം വന്ന് 7:30 കല്ലും കുടിച്ചുകൊണ്ടിരുന്ന കൊരങ്ങനെല്ലാം കൂടെ മരത്തോടെ താഴെ അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ ചിറകുള്ള കുരുവി അതിൻ്റെ സങ്കേത സ്ഥാനത്തേക്ക് പറന്നുപോയി. കരമുയർത്തുന്നവർക്കായി ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങിസ്നാനമേറ്റ് തൻ്റെ മക്കളെ ചേർക്കാൻ കാന്തൻ വരാറായി. ഇന്ന് രാത്രി ഇവിടെ നിൽക്കണോ? അപ്പച്ചൻ്റെ വീട്ടിൽ പോകണം. ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു കരമുയർത്തണ്ട. അപ്പച്ചൻ്റെ വീട്ടിൽ പോകാൻ ആർക്ക് താല്പര്യമുണ്ട്? കരമുയർത്തിയാട്ടെ. സ്വോത്രം. കാന്തൻ വരാറായി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്ധിയിൽ അനേക വാസസ്ഥലം. ഞാൻ പോയി വീടൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും നിത്യ വീട്ടിൽ. അപ്പോൾ ഒരു കാര്യം, വെളിനാട്ടിൽ പോയി யார் இருக்குதா கையை தூக்கி பிடிக்கிச்சாட்டு? வெளிநாட்டு சவுதி அரேபியா துபாய் எங்கே போகிறது வாலிபர் யார் இங்கே இருக்குது கையை ഒന്ന് തൂക്കിയാട്ട്. സ്വോത്രം.
വെളിനാട്ടിൽ ആരും പോയിട്ടില്ല സ്വോത്രം. അയ്യോ വിസയും വേണ്ട പൈസയും വേണ്ട, ഞാൻ ചോദിക്കത്തില്ല സ്വോത്രം. കരം ഉയർത്തി പിടിച്ചാട്ട് അച്ചായ ഫോട്ടോ എടുക്കത്തില്ല, സന്തോഷമായിട്ടിരിക്കട്ടെ. ആ മോൻ കരം ഉയർത്തി, അച്ചായൻ കരം ഉയർത്തി. സഹോദരിമാർ പോയില്ലേ, പ്രത്യേക പ്രാർത്ഥന. അടുത്ത നാളുകളിൽ പോട്ട് വെളിനാട്ട് പ്ലെയിനകത്ത് സ്വോത്രം. അതற்காയി പ്രത്യേക ജപക്കൂട്ടം ഇന്ന് നാൾക്കളിൽ കൊടുക്കരുത്. അങ്ങനെയെങ്കിൽ 5-8 അച്ചായന്മാർ കരമുയർത്തി. ഇവർ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നുടനെ വന്നാൽ ദുബായ് പൊക്കോ സൗദി പൊക്കോ എന്ന് പറഞ്ഞില്ല. 7 കാര്യം നടക്കണം. 1, പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം. 2, വിസ വേണം. 3, എമിഗ്രേഷൻ ക്ലിയറൻസ്. 4, ബോർഡിംഗ് പാസ്. അവിടെ ചെല്ലുന്നവരുമായിട്ടൊരു കരാറ്. 5, 6 ഏറ്റവും നിർണായകമായി ഒരു കാര്യം കൂടെ വേണം, മുഴുവൻ ക്ലിയറൻസും വേണം. 7ാമത്തെ കാര്യം കീ കൂക്കു. ശരീരത്തിനകത്ത് നമ്മുടെ മെറ്റൽ ഡിറ്റക്ടർ അടിച്ചിട്ടാണ് കൊണ്ടിരുത്തുന്നത്. 7 കാര്യം. പാസ്പോർട്ട് വേണം, ടിക്കറ്റ് വേണം, ബോർഡിംഗ് പാസ് വേണം, കോൺട്രാക്ട് വേണം, കൺട്രോൾ വേണം. അതുപോലെ കർത്താവിൻ്റെ വരവിൽ തമിഴ്നാട്ടിലെ പറ്റിയിട്ട് യോഗമില്ല. നാളെ കൈ ഉയർത്തി കർത്താവിനെ ഏമാത്തി കാണിച്ചാലൊന്നും രക്ഷയില്ല. സ്വസ്ത്രം. പച്ചയ്ക്ക് പറഞ്ഞാൽ കാന്തൻ വരവിൽ പോകണമെങ്കിൽ 7 കാര്യം നടക്കണം. 1, രക്ഷിക്കപ്പെടണം. എന്താ രക്ഷ? കുരിശുമല, പളനിമല, വേളാങ്കണ്ണി പോകുന്നതല്ല രക്ഷ. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കൽവാറി സിൽവയിൽ ആട്ടിൻകുട്ടി പരമയാഗമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുന്നത് രക്ഷ. കരമുയർത്തുന്നവർക്ക് രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എന്താ മാനസാന്തരം? ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് ബിജുമോൻ ഭാഷ കുഞ്ഞുങ്ങളുമായിട്ട് എന്നെ കൊണ്ട് പാറശാല വിടും. അപ്പോൾ തമ്പാനൂരേക്ക് പോകുന്ന വണ്ടി തിരക്ക്. നാഗർകോവിൽ വണ്ടി സീറ്റ് ഇരിക്കത്. ഞാൻ വിചാരിച്ച് നാഗർകോവിൽ കയറാൻ. നാഗർകോവിൽ വണ്ടി കയറി എൻ വീട്ടിക്കുള്ള പോകാതെ ഇന്ന് രാത്രി അല്പം തിരക്കായാലും വണ്ടി മാറിക്കയറണം. അതിൻ്റെ പേരാ മാനസാന്തര, റിപ്പൻറ്റൻസ്. ഇന്നുള്ള വണ്ടിക്കുള്ള നീ മാറി അല്പം തിരക്കുള്ള വണ്ടിയിൽ കയറിയാലും നിന്റെ അപ്പ വീട്ടിലെത്തും. മാനസാന്തരപ്പെട്ട നീ എന്ത് ചെയ്യണം? അനുദപിക്കണം. കഞ്ചാവ്, കൊച്ചുബീടി ഇതെല്ലാം മാറ്റണം. അതിൻ്റെ പേര് അനുതാപം. അനുദപിച്ച നീ എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം ചൊല്ലി വെള്ളത്തിനകത്ത് കലക്ക വെള്ളത്തിൽ മുങ്ങി സ്നാനമേക്കണം. എന്തിനാ സ്നാനം? പെന്തിക്കോസിൽ ചേരാനുള്ള, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി ഞാൻ സ്നാനമേൽക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. 4ാമത്തെ കാര്യം, സ്നാനപ്പെട്ടവൻ നീ എന്ത് ചെയ്യണം? പിന്നെ പാറശാലയും പത്തനാപുരത്ത് മുങ്ങി നടക്കരുത്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ദൈവം ആത്മാവാകുന്നു. സ്വോത്രം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നീ എന്ത് ചെയ്യണം? തിരുമേശയിൽ പങ്കാളിയാകണം. കാൽവരുടെ കൊലക്കളത്തിൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ്റെ ശരീരം നുറുക്കപ്പെട്ടെങ്കിൽ അവൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അതാ കർത്താവിൻ്റെ മേശ. അത് കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ കുഞ്ഞിനെ സ്വർഗം വിളിക്കും, എൻ്റെ കാന്തി, എൻ്റെ പ്രാവേ. കരമുയർത്തുന്നവർക്കായി അവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറായി. അതുകൊണ്ട് ആ കുഞ്ഞ് പാടിയ കുറുപ്രാവേ കുറുപ്രാവേ, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. ഇന്ന് രാത്രി യോഗം ഇവിടെ തീരുക. നാളെ ഇവിടെ യോഗമില്ല. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടട്ടെ. മാനസാന്തരപ്പെടാത്തവർ ഈ രാത്രി പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലകളെ വണക്കാം. അനുദപിക്കേണ്ടിവർ ഇന്ന് രാത്രി അനുദപിക്കട്ടെ. ഇതുവരെ സ്നാനമേൽക്കാത്തവർ കർത്താവിൻ്റെ വചനപ്രകാരം മുങ്ങി സ്നാനമേൽക്കട്ടെ. ആത്മാവിലെ സത്യത്തിലും ആരാധിച്ച് പരിശുദ്ധാത്മ ശക്തിയിൽ നിലകൊണ്ട് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ കാന്തൻ വരാറായി. പളുകളേ, കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. നിർത്താൻ പോവുക. കാൽവറിയിലേക്ക് പോകുന്നു. ചില നിമിഷങ്ങൾ കഴിഞ്ഞ് പാടി ആരാധിക്കുന്നു. ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു. എല്ലാവരും കേട്ടാട്ട്. ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു. ഗോൽഗോത്തായിൽ പരമയാഗമായി. എല്ലാ മക്കളും കേൾക്കണം. ഇതെന്താ? ക്രൂശിൻ്റെ വചനം. ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ തകർക്കപ്പെട്ടു. വെച്ച് പോകുക. പച്ച പൈൻമരത്തിൻ്റെ ക്രൂശ്. എല്ലാ പെന്തിക്കോസുകാരും കേട്ടാട്ടെ. അടുത്ത ദിവസങ്ങളിൽ ക്രൂശീകരണത്തിൻ്റെ ദിനങ്ങൾ വരുന്നത് കൊണ്ട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ അതിൻ്റെ പ്രത്യേകതയെന്നറിയാമോ? യേശു വെച്ച് പോകുക. ക്രൂശിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ, കുരിശ് ചുമക്കുന്നവൻ ശാപത്തിൽ വീണവൻ. ആ സമയത്ത് യഹൂദന്മാരാരും കുരിശ് ചുമക്കത്തില്ല. കാൽവറിയിൽ ക്രൂശീകരണം നടക്കണം. ഇവിടുത്തെ സമയം ഉച്ചയ്ക്ക് 3 മണി, അല്ലെങ്കിൽ അവരുടെ സമയം 1 മണി, യഹൂദൻ്റെ സമയം. ആരും കുരിശ് ചുമക്കത്തില്ല. അന്നേരം ഒരു വ്യക്തി ഉണ്ട്, അത് കുറേനക്കാരനായ ശിമോൻ. എല്ലാവരും കേട്ടാട്ടെ. അവൻ രാവിലെ നേരത്തെ വയലിൽ വന്ന് പണിയും കഴിഞ്ഞിട്ട് ഒരു കറുത്തവനാ കുറേനക്കാരൻ. ചുട്ടിത്തോർത്തും മേടിച്ചിട്ട് പൈസയും അതിനകത്താക്കി വീട്ടിൽ പോകാൻ നേരം ഉണ്ട്. യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ യേശുവിനെ അടിച്ച് തകർക്കുന്ന ഒരുത്തനുണ്ട്, പെരിട്ടോണിയസ്. അവൻ്റെ കയ്യിലാ ഈയക്കട്ടയും വാളച്ചുണ്ടയുടെയും ചാട്ടവാർ. അവനെ കുറേനക്കാരനെ വിളിച്ചു, ക്രൂശ് ചുമക്കണം. അവൻ പറഞ്ഞ് ഇല്ല. അപ്പോൾ പറഞ്ഞു, അടി കിട്ടും. നിർബന്ധപൂർവം അവൻ കുരിശ് ചുമന്നു. പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ ശാപപ്പെട്ടു പോയി കുരിശ് ചുമന്നാൽ. നിർബന്ധപൂർവം യേശുവിൻ്റെ ക്രൂശ് ചുമന്നു. ഇന്ന് രാത്രി പച്ച പൈൻമരത്തിൻ്റെ ക്രൂശ്. 33.5 തിരുവയസ്സുള്ള യേശു, ലംബം തിരച്ചീനം. യേശു ഇങ്ങനെ ക്രൂശിൻ്റെ മെയിൻ ഭാഗം താഴെ കുറേനക്കാരൻ ശീമം പിടിച്ചിരിക്കുന്ന യേശു കണ്ടില്ല. എന്താ?
യവനിങ്ങനെ പെതിയെ പിടിച്ചപ്പോൾ സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി. സ്വർഗം നോക്കി, എൻ്റെ പ്രിയ മകൻ്റെ ക്രൂശ് ആരാ ചുമക്കുന്നത്? ഒരു കുറേനക്കാരൻ ചുട്ടിത്തോർത്തുമുട്ട് പാടത്തിനകത്ത് പണിയെടുക്കുന്ന ഒരു വേലക്കാരൻ. സ്വർഗം പറഞ്ഞു, ആ ക്യാമറ ഒന്ന് ഓൺ ചെയ്താട്ടെ അവൻ്റെ വീട്. ആ സമയത്ത് ഒരു കാര്യം നടന്നു. ആ പൈൻ മരത്തിൽ കൂടെ രക്തമൊഴുകി. ആരുടെ ശരീരത്തിൽ ഒഴുകി? കുറേനക്കാരൻ്റെ ശരീരത്തിലോട്ട് രക്തമൊഴുകി. അതാണ് ഒരു വിടുതൽ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി, ദ ബ്ലഡ് ഓഫ് ജീസസ്. സ്വർഗത്തിൻ്റെ കരം എവിടെ ഇറങ്ങി? കുറേനക്കാരൻ്റെ വീട്ടിലിറങ്ങി. ഒരു കുഞ്ഞു വീട്, അമ്മാമ്മ ഓലപ്പര മറച്ചിരിക്കുക. 2 കുഞ്ഞുങ്ങൾ ഒരു തെങ്ങിൻ്റെ മുമ്പിൽ ഇരുന്ന് മണ്ണ് വാരി കളിക്കുന്നു. സ്വത്രം. സ്വർഗം പറഞ്ഞു, പേനയെടുക്ക്. നാടൻ ഭാഷ, പളുകൽ ഭാഷ, സ്റ്റാൻഡേർഡ് പേന എടുക്കാൻ പറഞ്ഞു. ഒരുത്തനെ ക്രൂശിൻ്റെ വചനം പ്രസംഗിക്കാൻ അങ്ങ് ഉപയോഗിച്ചേക്കാം. 2, പീലാത്തോസിൻ്റെ കയ്യിൽ നിന്ന് എഴുത്ത് കിട്ടിയത് യേശുവിനെ ക്രൂശിക്കാം. അപ്പം ആ കസേരെ ഒരുവനെ നമുക്ക് ഇരുത്തുകയും ചെയ്യാം, വചനം കേൾക്കുന്നവർക്കായി. ഇന്ന് രാത്രി ക്രൂശിക്കാൻ വിധി എഴുതിയവൻ്റെ കസേരയ്ക്കകത്ത് ഒരുത്തനിരിക്കണം. ക്രൂശ് ചുമന്ന ക്രൂശിൻ്റെ വചനം പ്രസംഗിക്കാൻ ഒരുത്തനെ എഴുന്നേൽപ്പിക്കണം. ഇതാ ക്രൂശിൻ്റെ അനുഗ്രഹം. കേട്ടോ, അപ്പച്ചൻ ക്രൂശീകരണമൊക്കെ കഴിഞ്ഞ് നാടൻ ഭാഷ വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി ഒരു വല്ലാത്ത മണം. നാടൻ ഭാഷ, പളുകൽ ഭാഷ, ലൈബോയി ഒന്ന് കൊടുത്തു. മറപ്പര അവിടെ കയറി കുളിച്ചിട്ട് വന്ന് അപ്പച്ചനോട് പറഞ്ഞ്, കാപ്പി കുടിക്കാൻ നിൽക്കട്ടെ മനുഷ്യ, നിങ്ങളുടെ ശരീരത്തൊരു വല്ലാത്ത മണം, ഒന്നുകൂടെ കുളിക്കാൻ പറഞ്ഞു. നാടൻ മലയാളം. വീണ്ടും പോയി കുളിച്ചു. 2ാമത്തെ ലൈബോയി തീർന്നു, മണം മാറിയില്ല. വീണ്ടും അമ്മച്ചി പറഞ്ഞു പോയി കുളിക്കാൻ, മണം മാറിയില്ല. 4 പ്രാവശ്യം കുളിച്ചു. എൻ്റെ ഭാവന 4ാമത്തെ പ്രാവശ്യം അച്ചായൻ വന്ന് പറഞ്ഞ്, ലൈബോയി തീരത്തേ ഉള്ളൂ, ഈ മണം മാറത്തില്ല. മനസ്സിലാകുന്നവർക്കായി എന്നും ഞാൻ ചേറിനകത്താ നിൽക്കുന്നത്. ഇന്ന് ഒരുവൻ്റെ ക്രൂശ് ഞാൻ ചുമന്നൊരു സഹോദരി, എൻ്റെ ശരീരത്തിനകത്ത് ആ രക്തം വീണു. എത്ര കുളിച്ചാലും ഇന്ന് രാത്രി ആ രക്തത്തിൻ്റെ മണം മാറത്തില്ല. എന്ന് രാത്രി ആ വീട്ടിനകത്ത് രക്തമിറങ്ങി. അന്ന് അവൻ്റെ തലമുറകളുടെ ഭാവി സ്വർഗം മാറ്റി എഴുതി. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി പറ, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. ചന്ദരാധിക ചാനപൗടാരഭ ശാന്തുരേ. ക്രൂശ് ചുമന്ന അപ്പച്ചൻ മരിച്ചുപോയി. പക്ഷേ വാഗ്ദത്തം പറഞ്ഞ കർത്താവ് മാറത്തില്ല. ഇതാ മക്കളെ, ഞങ്ങളുടെ സുവിശേഷം പ്രസംഗിച്ച ഞങ്ങൾ മാറിയാലും, പാട്ടുപാടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാറിയാലും, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ മാറിയാലും, ഞങ്ങൾ പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നവന സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ചാങ്കിനകത്തോട്ട് ആ വചനം ഇടിച്ചു കയറട്ടെ. ആരായി? 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പാറശാല കൂലിപ്പണി എടുക്കാൻ പോകുന്ന അച്ചായൻ്റെ മകൻ കന്യാകുമാരി കളക്ടറാവോ? കര ഉയരുന്നില്ലല്ലോ അമ്മാമ. ഇതാ ഞങ്ങളുടെ വചനം. പാറശാല 4 സെന്റ് കൂലിപ്പണിക്കകത്ത് നിലത്തിൽ പണിയെടുക്കാൻ പോകുന്ന ചുട്ടിത്തോർത്ത് കൊടുത്തവൻ്റെ മകൻ ലോകത്തിൻ്റെ മിഷണറി ആവോ? യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി വചനത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ അമ്മാമേ? അതുകൊണ്ടാണ് ചങ്കൂറ്റത്തോടെ പ്രസംഗിക്കുന്നത്. അച്ചായൻ പോയി. ആരായി? രൂഫോസ് ലോകത്തിൻ്റെ മിഷണറിയായി. അലക്സാണ്ടർ ആരായി? പീലാത്തോസ് ഇരുന്ന കസേരയ്ക്കകത്ത് അലക്സാണ്ടറിക്കാൻ ദൈവം കൃപ ചെയ്തു. ഇന്ന് രാത്രി സത്യവചനം കേൾക്കണം. അമ്മച്ചി പ്രായമായി. നമ്മുടെ അമ്മച്ചി ഇവിടെ വന്നിരുന്നോള് പൗലോസിൻ്റെ ഒരു കൺവെൻഷന് റോമിലിരിക്കുക. നോക്കിയപ്പം കുഞ്ഞായൊരമ്മച്ചി ഇരിക്കുന്നു. പൗലോസ് കരമുയർത്തി പറഞ്ഞു, എനിക്കും കർത്താവിൽ പ്രസിദ്ധനായ രൂപോസിൻ്റെ അമ്മയ്ക്കും വന്ദനം. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സത്യവചനം കേട്ട് ഈ വചനവുമായി ഇറങ്ങി തിരിച്ചാൽ ലോകം പറയും നിന്റെ വീട്ടിൽ കളക്ടർ വരത്തില്ല, നാട്ടുകാർ പറയും നിന്റെ മക്കൾ വചനം പ്രസംഗിക്കത്തില്ല. ഇന്ന് രാത്രി ക്രൂശ് എടുത്തവൻ്റെ മകനെ കന്യാകുമാരിയുടെ കളക്ടറാക്കിയെങ്കിൽ, ഇന്ന് രാത്രി ക്രൂശ് എടുത്തവൻ്റെ മകനെ അമേരിക്ക വരെ എത്തിക്കുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി പാറശാല കേൾക്കട്ടെ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്ക് ദൈവശക്തി. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരുപ്പാൽ. ഇന്ന് രാത്രി നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളട്ടെ. ചങ്ക് കീറിയ 3 ദിവസം ഇവിടെ കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചത്. ഇനി ഇത് കേട്ടില്ലെന്ന് നിങ്ങൾ പറയരുത്. കാന്തൻ്റെ വരവ് ഉലകത്തിൻ മുഴുവൻ കടസിക്കാല ചെയ്തികളും இந்த നാൾക്കുള്ള ഇസ്രായേലിൻ സംഭവങ്ങൾ മുഴുവൻ. അതുകൊണ്ട് ഇന്ന് രാത്രി നിർത്താൻ പോകുന്നു. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. എന്താ പ്രത്യേകത? അതിനകത്ത് യാഗപീഠത്തിനകത്ത് പുരോഹിതൻ നോക്കും.
മാർപതക്കത്തിൽ കത്തിയുണ്ട്. എല്ലാവരും കേൾക്കണം, പ്രസംഗം തീർന്നില്ല. പാട്ടുപാടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവസാനിക്കും, സമയം കൃത്യമാണ്. ഇന്ന് രാത്രി കേൾക്കണോ? എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? നല്ല പ്രാവിന് പുരോഹിതൻ നോക്കും. അമ്മമ്മ കേട്ടാട്ടെ, ഈ മാർപതക്കത്തിലെ കത്തി കൊണ്ട് അറക്കും, തല താഴെ വീണ സമയത്തില്ല, ഞെക്കിപ്പിടിച്ചിട്ട് ആ രക്തം എവിടെ യാഗത്തളി ആചരിക്കും. പുറകിലൊരു കാഴ്ചയുണ്ട്, പുരോഹിതൻ കാണുന്നില്ല. തലയറ്റ പ്രാവിൻ്റെ ഉടല് ചലിക്കും, കൂടിരിക്കുന്ന കുറുപ്രാവിൻ്റെ മുഖത്ത് രക്തം വീഴും. അവൻ അതൊന്നും വിഷയമല്ല, രക്തം വീണ യാഗത്തളി അവിടെ തീരും. അവൻ്റെ സൂക്തങ്ങൾ ലേവ്യർ പ്രകാരം ചൊല്ലും. യാഗപീഠത്തിനകത്ത് താമ്രത്തൊട്ടിന്ന് വെള്ളമൊഴിച്ച് കഴിയുമ്പോൾ അച്ചായ അമ്മമ്മേ കേട്ടാട്ടെ, ദാണ്ട കത്തി തിരികെ ദാണ്ട ഈ മാർപതകത്തെ തിരികെ നോക്കാൻ പോകുമ്പോൾ കണ്ണിൻ്റെ മുൻപിൽ ഒരു കാഴ്ച കാണും. ഒരു പ്രാവ് ഇങ്ങനെ രക്തം വീണ് മിണ്ടാതെ, മറ്റേത് ഇങ്ങനെ ചലനത്തോടെ ഇരിക്കുന്നു. ഓ, യാഗം കഴിഞ്ഞു, ഇനി എൻ്റെ കാര്യം തീർക്കാം, പോന്നവൻ പോട്ടെ. ആ കെട്ടിനകത്തൊരറപ്പ് കൊടുക്കും. ഈ ചലിക്കുന്നത് മാറുമ്പോൾ കെട്ടഴിഞ്ഞത് ഓടും പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. ഇന്ന് രാത്രി പാറശാലയും പളുകലും കർത്താവിന് വേണ്ടി ഇറങ്ങിയ തായേ, തകർപ്പരെ, തമ്പി, തങ്കച്ചി, കുളന്തയെ, ചെറുപ്പക്കാരാ, വാലിബാ, നിൻ മുഖം യാർ പാത്തില്ലെങ്കിലും നിന്റെ മുഖം കാണുന്ന നല്ലൊരു നാഥനുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സഭക്കാർ കാണുന്നില്ല, മുതൽ ബോധമച്ചർ കാണുന്നില്ല, இந்த പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ കാണ മുടിയാതെ, എന്നാൽ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ചവരുടെ മുഖത്തെ കാണുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ വരാറായി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. രാത്രി, അവസാന രാത്രി, വീതിക്കുള്ളിലോ ഒലിപ്പക്കത്തിലോ இந்த மீடியா ஆன்லைன்ல யார் இந்த உலகத்தின் முடிவு கடைசி கால செய்திகள் கேட்குதா? ஐயா, தாயே, தகர்ப்பரே, தம்பி, தங்கச்சி, நாங்கள் ஒலி இന്ന് രാത്രി ഇവിടെ മൂടക്കൂടുന്നു. அதுக்கு முன்னாடி நெஞ்ச கை வச்சு, ஏசோப்பா என் ஏகரட்சன், ஏசோப்பா என் கர்த்தன், மகிமையின் ராஜாவாய் അവൻ വരാറായി. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ചങ്കിനകത്ത് കരം കൊടുത്ത് തീരുമാനമെടുക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ യേശു വരാറായി. സഹിഷ്ണുതയോട് എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാ ഭൂതലത്തിലൊക്കെ വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്ക്. ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. രാജാക്കന്മാരുടെ രാജാവായി യേശു മടങ്ങി വരാറായി. എഴുന്നേൽക്കാം, കരങ്ങളെ തട്ടി നിത്യ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. കൂടാരമായ ഭൗമഭവന മണ്ണിനകത്ത് കെട്ടുപോയാലും നിത്യ വീട്ടിൽ കൊണ്ടുപോകാൻ നമ്മുടെ കർത്തൻ വരാറ്. എല്ലാ കരങ്ങളും തട്ടി കർത്തർക്ക് മഹിമ കൊടുത്ത് ഇന്ന് രാത്രി എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇത് വല്ലമായി സമയം, ഇത് വിടുതലിൻ സമയം. എല്ലാ കരങ്ങളും തട്ടി ആണ്ടവരിൻ മഹിമයි എല്ലാവരും ആരാധിച്ചാട്ടെ. യെസ് ലോർഡ് ജീസസ്, precious moment, the mighty presence of Holy Spirit. യേശുവിന്റെ നാമത്തിൽ എല്ലാ ന്യായക്കെട്ടുകളും മഹോന്നതനെ വേഗം കാണാൻ, മൽപ്രേമകാന്തനെ കാണാൻ. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാൻ, മൽപ്രേമകാന്തനെ കാണാൻ. സുന്ദരരൂപനെ ഞാൻ വിവേകമതിൽ വേഗം കാണാൻ, മൽപ്രേമകാന്തനെ കാണാൻ. സുന്ദരരൂപനെ ഞാൻ വിവേകമതിൽ വേഗം കാണാൻ, മൽപ്രേമകാന്തനെ കാണാൻ. കഷ്ടതയേറെ സഹിച്ചവരും കൊണ്ട് മരിച്ചവരന്ന് മശിഹായോട് വാഴുമനാൻ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരന്ന് മശിഹായോട് വാഴുമനാൻ. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാൻ, മൽപ്രേമകാന്തനെ കാണാൻ. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാൻ, മൽപ്രേമകാന്തനെ കാണാൻ. മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥൻ എന്നെ ധരിപ്പിക്കും. മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥൻ എന്നെ ധരിപ്പിക്കുമെന്ന്. നിരാകെ ഒഴിഞ്ഞിടും
വസിക്കുന്നവരുടെ നാട്ടിൽ എനിക്കായി ഒരുക്കിയ വീട്ടിൽ കണ്ണുനീരാതെ ഒഴിഞ്ഞിടുമേ. ആയിരമാണ്ടു വസിക്കുന്നവരുടെ നാട്ടിൽ എനിക്കായി ഒരുക്കിയ വീട്ടിൽ മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം. അവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമവിടെ. അവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമവിടെ. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, ഒരു ഭുവനദേശം. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം. രാജാവ് മാളികയിൽ രാപ്പകലയമർന്നിരിപ്പേ, രാജാവ് മാളികയിൽ രാപ്പകലയമർന്നിരിപ്പേ, തുതിത്ത് മകിഴ്ന്നിരുപ്പേ, ഉയരം മറന്നിരുപ്പേ, തുതിത്ത് മകിഴ്ന്നിരുപ്പേ, ഉയരം മറന്നിരുപ്പേ. ആരാധന 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 அப்பா அப்பா உங்களுக்கு தான் ஆராதனை ஆராதனை அப்பா அப்பா உங்களுக்கு தான் பலனை என் கோட்டையே ஆராதனை உமக்கு. எல்லாம் வாய்களும் என் பலனை என் கோட்டையே ஆராதனை உமக்கு. மரவிடமே என் உறவிடமே ஆராதனை உமக்கு. மரவிடமே என் உறவிடமே ஆராதனை உமக்கு. ஆராதனை 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 அப்பா அப்பா உங்களுக்கு ஆராதனை ஆராதனை அப்பா அப்பா உங்களுக்கு உன்னதரை உயர்ந்தவரை ஆராதனை உமக்கு. உன்னதரை உயர்ந்தவரை ஆராதனை உமக்கு. பரிகாரியே பரிகாரியே பலியானீரே ஆராதனை உமக்கு. பரிகாரியே பலியானீரே ஆராதனை உமக்கு. ஆராதனை 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 அப்பா அப்பா உங்களுக்கு தான் ஆராதனை ஆராதனை அப்பா அப்பா உங்களுக்கு தான். ஆரிலும் ஆராதனை രാജാതി രാജാവും നീ. ആരിലും ആരാധ്യം നീ, രാജാതി രാജാവും നീ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിനെ.
രാജാവ് മാളികയിൽ യേശു രാജാവ് മാളികയിൽ തുതിത്തു മകനിരുപ്പേ ഉയരം മറന്നിരുപ്പേ തുതിത്തു മകനിരുപ്പേ ഉയരം മറന്നിരുപ്പേ ആരാധனை அப்பா அப்பா உங்களுக்கு தான் ஆராதனை ஆராதனை அப்பா அப்பா உங்களுக்கு தான் ஆராதனை 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 அப்பா அப்பா உங்களுக்கு தான் ஆராதனை அப்பா அப்பா உங்களுக்கு എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. ഇത് വിടുതലിന്റെ രാത്രി, ഇത് സൗഖ്യത്തിന്റെ രാത്രി. മുട്ടോളമല്ല അരയോളമല്ല നീന്തി തുടിക്കാൻ കഴിയാത്ത ദൈവ കൃപ വല്ലമായി വല്ലമായി the presence of Holy Spirit. every cancers, every tumors യേശുവിന്റെ നാമത്തിൽ എല്ലാ അന്യായ കട്ടികളും എല്ലാ തൈറോയിഡുകളും ഇന്ന് ആരാധന മധ്യ എല്ലാ നോയ്കളും Lord Jesus, the precious woman, ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി കാണുകയില്ല. ആ കഷ്ടം ഇനി വരികയില്ല. ആണ്ടവരൻ വല്ലമായി ദേവൻ പ്രസന്ന. ഇന്ന് രാത്രി അന്യായ കട്ടികൾ അഴിഞ്ഞു മാറുന്ന രാത്രി സിസ്റ്റർ, ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി കാണുകയില്ല. സഹോദര, നിന്റെ തൈറോയിഡുകളെ മാറ്റുക, നിന്റെ ഗർഭപാത്രത്തിന്റെ ട്യൂമറുകളെ മാറ്റുക. ഇന്ന് നൈറ്റുള്ള കത്തി തൊടാതെ സർജറി ചെയ്യാം. കരുത്തുറ്റ ദേവൻ വല്ലമായി, ദേവൻ പ്രസന്ന. ഇന്ന് ഗ്രൗണ്ടുക്കുള്ള മൂടുകത്. യെസ് Lord, the precious moment, the mighty presence of Holy Spirit surround എല്ലാ തായ് തകർപ്പർ തമ്പി തങ്കച്ചികളിലും ആണ്ടവരൻ വല്ലമായി இந்த നാൾക്കളിൽ തൊടുവത് ഹീലിംഗ് 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 presence of Holy Spirit. കല്ലറയെ പൊട്ടിച്ച് മരിച്ചവനെ ഉയർപ്പിച്ചവന്റെ കരം, 12 വർഷം രക്തസ്രാവിക്കാരിയെ തോട്ട കരം, പുഴമക്കത്തിരുന്ന് ഹല്ലേലൂയ പ്രിയപ്പെട്ടവനെ തോട്ട കരം, ബെഥസ്ദ കുളക്കടവിൽ കടന്ന രോഗിയെ വിടുവിച്ച കരം, തീമായുടെ മകൻ ബർത്തലോമായി എഴുന്നേൽപ്പിച്ച കരം, இந்த பண்டிகை கூட்டத்தின் கடைசி நாள்களில் அந்த அருமையான தேவன் வல்லமை கரம் இந்த நோய்களை மாற்றி, கொட்டுகளை மாற்றி, ട്യൂമറുകളെ മാറ്റി, ക്യാൻസറിന്റെ അണുക്കളെ മാറ്റി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നിന്ന് കൃപയാൽ അപ്പച്ചൻ മഹിമയാൽ വിടുവിക്കുന്ന രാത്രിയായി മാറട്ടെ. നന്ദിയാണ്ടവർ, നന്ദിയാണ്ടവർ, നന്ദിയാണ്ടവർ. ഒരു നിമിഷം കൂടിയുള്ളവർക്ക് പീലാത്തോസിന്റെ അരമന 2 കൂടുകൾ നമുക്ക് ഏറ്റവും പുകഴുവാൻ ക്രൂശ. അതിൻ്റെ അകത്ത് ഒരു കൂട്ടിൽ യേശു 5 കോടതി 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയി യഹൂദ പരീക്ഷകൾ വിളിച്ചു പറഞ്ഞു. ബറബാസിനെ ഉച്ചയ്ക്കാ വിട്ടത്. ബാക്കി ഉപദേശിമാർ പറയാറുണ്ട്. ബറബാസ് കൂട്ടിനകത്തിറങ്ങി, അമ്മച്ചി അപ്പച്ച കേൾക്കണം. അവൻ ചോദിച്ചു യേശു അവിടെ? അവർ പറഞ്ഞ ക്രൂശിക്കാൻ കൊണ്ട് ഓടിയവൻ ദൂരെ നിന്ന് കാൽവറി മല കണ്ടു 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ അവൻ തൂങ്ങുന്നു. എല്ലാവരും കേട്ടാട്ടെ. അവൻ ചങ്കത്ത് കരമടിച്ചെന്ന ഇസ്രായേലിന്റെ ചരിത്രം. അയ്യോ, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ക്രൂശ 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും അവനിൽ യാതൊരു കുറ്റവുമില്ല. 3 ആണികൾ മരക്കുരിശിൽ തൂങ്ങുന്നു. അവൻ വേച്ച പിന്നെ പോയത് ഇസ്രായേലിന്റെ ചരിത്രം. അവിടെ എത്തിയപ്പോഴേക്ക് യേശു പ്രാണനെ വിട്ടു. മലയാളം ബൈബിളിലാകട്ടെ ഇംഗ്ലീഷിലില്ല. യഹൂദൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവസാനമായി ബറബാസ് യേശുവിന്റെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഈ ഒഴുകുന്ന രക്തം എന്നെ ഒന്ന് കഴുകണമേ. ഇന്ന് രാത്രി ആര് കരമുയർത്തും? ക്രൂശിൽ നിന്ന് പാഞ്ഞ രക്തം ഈ രാത്രി എന്നെ ഒന്ന് കഴുകണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കഴുകണമേ.
എൻ്റെ മദ്യപാനത്തെ കഴുകണമേ, എൻ്റെ തകർന്ന ജീവിതത്തെ കഴുകണമേ, എൻ്റെ കടഭാരത്തെ ആ രക്തമെന്ന് കഴുകണമേ, എൻ്റെ കുടുംബത്തെ കഴുകണമേ, എൻ്റെ ചർച്ചിനെ കഴുകണമേ, എൻ്റെ ക്യാൻസറിനെ ഇന്ന് രാത്രി ആ രക്തം കഴുകണമേ, എൻ്റെ ട്യൂമറിനെ ഇന്ന് രാത്രി ആ രക്തം കഴുകണമേ, എൻ്റെ തൈറോയിഡിനെ ആ രക്തം കഴുകണമേ, ഇന്ന് രാത്രി എൻ്റെ ഹാർട്ട് അറ്റാക്കിന് the power, the blood of Jesus making a new life in 2025 in Palagal Convention, the annual day. The blood of Jesus, hallelujah, rebuild your body, rebuild your body today. Change your blood count. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി blood of Jesus giving a victory. ആ ബറബാസ് കാലിൽ കെട്ടിയതുപോലെ ഇന്ന് രാത്രി ക്രൂശിലേക്ക് വല്ല കരങ്ങളും ഉയർത്തിയാണ് നിൻ മരണം കൊണ്ടത്. എല്ലാ കരങ്ങളും കാൽവറിയിലേക്ക്. നാളെ യോഗമല്ല, വന്നരകം എല്ലാ കരങ്ങളും ഉയരട്ടെ കാൽവറിയിലേക്ക്. വന്നരകം എല്ലാ കരങ്ങളും ഉയരട്ടെ. എല്ലാ കരങ്ങളും നാളെയോ എനിക്ക് വേണ്ടി അധിക ഭാരം വഹിച്ചതിന ശമന പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിന അധിപതയിൽ പാദനിഷ്ടം നടപതി അനുസരിച്ചോ പിതാവിന്റെ ഇഷ്ടം പാദനിഷ്ടം നടപതി അനുസരിച്ചോ. എല്ലാ കരങ്ങളും കാൽവറിയിലേക്ക്. ദേവേശ ദേവേശ യേശുവരാ ഒരിക്കൽ കൂടി ദേവേശ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ജീവനക്ഷ നിത്യജീവൻ കൊടുവാനായി തീരുമാനിച്ചോ. നിത്യജീവൻ കൊടുവാനായി തീരുമാനിച്ചോ. നിത്യജീവൻ കൊടുവാനായി തീരുമാനിച്ചോ.